ആരെ കെട്ടിക്കാൻ ഗവൺമെന്റിന്റെ പൈസയാണിത്. 2 കോടി രൂപയുടെ സാധനമാണിത്. ആരെ കെട്ടിക്കാൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എൻ്റെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനായിരുന്നു എൻ്റെ പ്ലാന്, പക്ഷേ ടൈം ഇട്ടില്ല ഗൈസ്. കോളേജിലേക്ക് പോകണ മുന്നേ എല്ലാവരും ഒന്നുകൂടി റെഡി ആവാൻ വേണ്ടിയിട്ട് പി ജിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഗൈസ്. അപ്പം ഞങ്ങൾ കോളേജിൽ ഓണത്തിന് ഞങ്ങൾ പോവാണേ. ലേറ്റ് ആയിട്ടാണ് പോണത്. ഞാൻ കമ്മല കാണില്ല, അങ്ങനെ ഞങ്ങൾ കോളേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തിയപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലാസ്സിൽ കയറി കുറച്ച് ഫിറ്റ്സൊക്കെ എടുത്തു വെച്ചു. അതിൻ്റെ ഇടയിൽ പോയപ്പോൾ എൻ്റെ ഹിജാബ് എങ്ങാനും ഊരി വരുമെന്നായിരുന്നു എൻ്റെ പേടി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാവേലിൻ്റെ എൻ്റെ ഉണ്ട് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ബാച്ചിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഊഞ്ഞാൽ മരുന്ന് പിക്ക് എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഓൾക്കും സെയിം ഫോട്ടോ സൈഡ് വേണം. പിന്നെ അതിനൊരു തല്ലായി. അവസാനം ഞാൻ രാജിവെച്ചു പോയി. ഇത് മാവേലിയാണോ അതോ കൃഷ്ണനാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഞങ്ങൾ കോളേജിൽ ഗംഗുബായി സ്പോട്ട്. അപ്പോൾ മത്സരം തുടങ്ങാൻ പോവാണ്. ഞാൻ കാണാം ആരാ ഞങ്ങൾ ക്ലാസ് ഒരുക്കണത്. ഇത് ഞങ്ങൾ ക്ലാസ് ഒരു അപ്പുറത്ത് 3rd ഇയേഴ്സ് ആണ്. 4th സോറി, ഇത് റൈസ് ആൻഡ് റോഡ്സ് ആണോ? അത് എല്ലാം പോയി, പാവുണ്ട്. എന്തെങ്കിലും പറയാണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പക്ഷെ ഞാൻ തൂങ്ങി കിടന്നു പോകാതിരിക്കാൻ. ഷൗക്കി ഇട്ടെടുത്തോണ്ടാണ് ഞങ്ങൾ ജയിക്കാത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴോ കപ്പടിച്ചിരുന്നു. സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ ടീമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മള് നേരത്തെ ജയിച്ച ടീമിനാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞിരിക്കും. ഇവരെനിക്ക് ഉത്തരം തരും. തുടങ്ങാൻ പോവാണേ, നമുക്ക് നോക്കാം. എന്റെ ടീം ഇപ്പൊ അപ്പുറത്തേക്ക് എത്തി. ഇപ്പൊ എത്രയാണ് സ്കോർ? 1-1. ഓക്കെ, എന്റെ ടീം അപ്പുറത്താണ് ഉള്ളത്. ഇതുവരെ തോറ്റ ടീം. എന്റെ ടീം ജയിച്ചു. അപ്പോ സെനന്റെയും അൻസിനാന്റെയും അണ്ണാക്കിയിരിക്കും ഞാന് സെലിക്ക ആദ്യം ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടു, പിന്നെ ജയിച്ച ടീമിനെ വീണ്ടും സപ്പോർട്ട് ചെയ്തിട്ട് 2 തോണിയിലെ സെലിക്ക കാലുണ്ട്. അപ്പുറത്തെ ടീമാണ്. ഇവർ ഏത് ടീമാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ എപ്പോഴും. എടുക്കാൻ വേണ്ടി ട്രൈപ്പോഡൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. കമോൺ ഗൈസ്, നമുക്ക് ട്രാൻസിഷൻ എടുക്കാം. ഇവിടെയാണ് നമ്മുടെ ട്രാൻസിഷൻ എടുക്കാനുള്ള സ്ഥലം. അതെ, നമ്മളെ ഗ്രൗണ്ട് അങ്ങനെയൊന്നുമില്ല. പറ്റിയതില്ല. ആരെ കെട്ടിക്കാനോ ഗവൺമെന്റിന്റെ പൈസയാണിത്. 2 കോടി രൂപയുടെ സാധനമാണിത്. അപ്പൊ നമുക്ക് ട്രാൻസിഷൻ എടുക്കാം ഗൈസ്. ഞങ്ങൾ എല്ലാവരും ടയേർഡായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ സീറ്റില്ല. ഞങ്ങൾ വന്നപ്പോൾ സീറ്റ് കഴിഞ്ഞു ഗൈസ്.
സദ്യ കഴിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗൈസ് പപ്പടക്കാരെ എന്താ അതെ ഹാപ്പി ഓണം. ഇതാ മെയിന്. എന്നിട്ട് കുറച്ചൊരു വെള്ളം ഒഴിക്കേ. ഇവിടെ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ലല്ലോ. എന്നിട്ട് പിശുക്കത്തി എനിക്ക് വെള്ളം ഒഴിക്കേ. കഴിഞ്ഞിട്ട് സാന അവിടെ നിന്ന് എണീച്ചു പോണില്ല. അതെ രണ്ടടി ഇരിക്കണോക്കി മെയിന് വെള്ളം കൊണ്ട് വന്നു ഗൈസ്. സ്നേഹമുള്ള ആളാണ്. ആൻഡ് ഫൈനലി ഞാൻ സദ്യ കഴിച്ചു. അൻസിന് ഇപ്പൊ തന്നെ ഒരുങ്ങാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റീൽസ് എടുക്കാൻ പോയി. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് മറ്റെടുത്താലോ? ദാസിന്റെ തമന്നേനെ കണ്ടോ ഗൈസ്? കണ്ണ് രണ്ട് കണ്ണ്. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ വെറുതെ ഒരു വീഡിയോ എടുത്തിരുന്നു, കാണിച്ചു തരാം. അവിടെ പരിപാടിയൊക്കെ നടക്കുമ്പോ ഞങ്ങൾക്ക് ഇതാണ് മെയിന്. നോക്ക് മക്കളെ, രണ്ടെണ്ണം ഇവിടെ നാണില്ലാതെ എന്തൊക്കെ കാണിച്ചു കൂട്ടണ്. അസ്തഗ്ഫിറുല്ലാ. ഓണപരിപാടിക്ക് ഞങ്ങളെ എങ്ങനെ നമുക്ക് വയ്യാതായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അൻസിനെ ഞങ്ങളെ മിസ് ചെയ്യോ? അൻസിന് മുണ്ടില്ല. അൻസിന് മുണ്ടണില്ല ഗൈസ്. അവിടെ പരിപാടി നടക്കുന്നുണ്ട്. പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഞങ്ങളെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാനങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് വീട്ടിൽ പോണ തിരക്കിലായിരുന്നു. ബസ് ഇറങ്ങിയപ്പോൾ എൻ്റെ അനിയൻ എന്നെ വിളിക്കാൻ വന്നു. വീട്ടിലെത്തി ജ്യൂസ് കുടിച്ചു, ബിരിയാണി കഴിച്ചു, ഉറങ്ങി.